welcome back. This is Surya here. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ഇഷ്ടമല്ലാത്തവരായിട്ടുള്ള ആരും തന്നെ ഇല്ല അല്ലേ. എല്ലാവർക്കും നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല മേക്കപ്പ് പ്രൊഡക്ട്സ് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ വേണം നമ്മൾ പറയുമോ അല്ലേ. സോ ബ്ലൂ ഹെവൻ്റെ നല്ല കിടിലൻ പ്രോഡക്റ്റ്സാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. നിങ്ങൾ ഒരു ബിഗിനറാണ്, നിങ്ങൾക്ക് നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് വേണമെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണാം. സോ ഒട്ടും തന്നെ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു 6-7 പ്രൊഡക്റ്റ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു 7 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന് ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ടുള്ള ലുക്കാണ്, ഒട്ടും ലൈക്ക് എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മേക്കപ്പാണ്. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബ്ലൂ ഹെവൻ്റെ പുതിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഹൈപ്പർ മാറ്റ് ഫൗണ്ടേഷൻ. ബ്ലൂ ഹെവൻ്റെ ഈ ഒരു പുതിയ ഒരു ഫൗണ്ടേഷൻ ഇറക്കിയിട്ടുണ്ട് ഇവർ. ഇത് ഓൾമോസ്റ്റ് ഒരു 7 ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. ആൻഡ് ഇത് ഒരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ്. അതായത് നമുക്ക് ഒട്ടും തന്നെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ഒരു ഫീൽ ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ഒരു മീഡിയം കവറേജ് നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് കിട്ടും. പക്ഷെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു 7 ഷെയ്ഡ്സിലേ വരുന്നുള്ളൂ. കുറച്ചും കൂടി ലൈക്ക് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഒരു മീഡിയം ഗോൾഡൻ യെല്ലോ. ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു പുതിയ ലോഞ്ചും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഒട്ടും നമ്മുടെ സ്കിന്നിൽ ഒരു ഹെവി ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഫീലില്ല. ആൻഡ് ഇത് മേജറായിട്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് പറഞ്ഞാൽ ഇതിൽ SPF ഉണ്ട്. SPF 25 PA++ ഉണ്ട്. ആൻഡ് ദിസ് റീറ്റെയിൽസ് ഫോർ 200 rupees. 200 rupees നല്ലൊരു അടിപൊളി ഫൗണ്ടേഷനാണ്. സോ എന്തായാലും നമ്മുടെ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേസ് ഞാൻ നല്ല രീതിയിൽ പ്രപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈമറും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ഇൻക്ലൂഡ് ആവാത്തത് കൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്യാണ്ടിരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ മാറ്റ് ഫൗണ്ടേഷനാണ്. ഇത് വന്നിട്ടൊരു ബിൽഡബിൾ കവറേജ്, മീഡിയം കവറേജ് ഉള്ളതാണ്. ഈ ഒരു 7 ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത്. ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഷെയ്ഡ് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഹണി ബേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീഡിയം ഷെയ്ഡാണ്. അതെനിക്ക് മാച്ച് ആവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ്. കൂടാണ്ട് ഇതിൽ SPF 25++ ഉണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. ആൻഡ് ഓൾസോ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഫേസിൽ അപ്ലൈ ചെയ്ത ഒരു ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഫീല് വരാറില്ല. സോ ഞാനിത് കുറച്ച് എൻ്റെ കയ്യിലെടുത്തിട്ട് എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഡോട്ട് ചെയ്യുന്നുണ്ട്. സെൻറ്റർ സർക്കംഫറൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഡോട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു കബൂക്കി ബ്രഷാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് കൂടുതലാണോ എന്ന് തോന്നും. പക്ഷേ വൺസ് ഇറ്റ് ഗെറ്റ്സ് ബ്ലെൻഡഡ് കംപ്ലീറ്റ്ലി സ്കിന്നായിട്ട് അതൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് സ്കിന്നായിട്ടത് അറ്റാച്ച് ചെയ്ത് പോവും. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫിനിഷായിട്ട് തോന്നും. എൻ്റെ സ്കിൻ ഓയിലിയും കൂടി ആയതുകൊണ്ട് നല്ലൊരു ഫൗണ്ടേഷനായിട്ട് തോന്നി. ഇത് അവരുടെ ഓൾ ഇൻ വൺ HD സ്റ്റിക്കാണ്. നമുക്കിത് കൺസീലറും ഹൈലൈറ്റർ കോൺടോറായിട്ട് യൂസ് ചെയ്യാം. ഇതിലും എനിക്ക് ഹണി എന്നുള്ള ഷെയ്ഡിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒന്ന് ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് അതേ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ മൂക്കിൻ്റെ സൈഡിലും ലിപ്സിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കോൺടോർ ചെയ്യാൻ പോലെ യൂസ് ചെയ്യാണ്. എത്രത്തോളം കോൺടോർ ആവുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് യൂസിങ് മൈ ഹാൻഡാണ്. ബിക്കോസ് ചിലപ്പോൾ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ ഇത് കംപ്ലീറ്റ്ലി വാഷായി പോവും. സോ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തു. ആൻഡ് ഐ കുഡ് സീ എ ഡിഫറൻറ്റ്, നല്ലൊരു ഹൈലൈറ്റഡ് ഫീലും അതുപോലെ തന്നെ അത്യാവശ്യം കവറേജ് കിട്ടിയ ഒരു ഫീലും എനിക്ക് തോന്നി. ആൻഡ് നമ്മൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കത് കോൺടോറായിട്ടൊക്കെ യൂസ് ചെയ്യാം.
പിന്നെ അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവരുടെ ഈ ഒരു SPF 25 ഉള്ള ഈ ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. ഇതും മാറ്റിഫൈയിങ് പൗഡറാണ്. ആൻഡ് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എൻ്റെ സ്കിന്ന് ഓയിലി ആയതുകൊണ്ട് തന്നെ നമുക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു ലെയർ ഓഫ് പൗഡർ ആഡ് ചെയ്തു എന്നുള്ളൊരു ഫീൽ വരാത്ത രീതിയിലത്തെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ വേർക്കുന്ന ഭാഗത്ത് മാത്രം ഒന്ന് സെറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഓൾ സെറ്റ്. എൻ്റെ ഫേസ് ഒരു സെറ്റ് ഫീലായിരുന്നു. ഒട്ടും അങ്ങനെ ഒരു ടാക്കി ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു എണ്ണമെഴുക്ക് പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. അടുത്ത് നമ്മൾ പോകാൻ പോണത് ഒരു ലൈനർ പ്ലസ് ഒരു കാജൽ ഡുവോലോട്ടാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൽ ഒരു സൈഡിൽ ലൈനറും ഒരു സൈഡിൽ ഇവരുടെ ഒരു സ്കെച്ച് പെൻ പോലത്തെ ഐലൈനറാണ്. ആൻഡ് ഐലൈനർ വാസ് ഓൺ പോയിൻറ്റ്. ജസ്റ്റ് ഒറ്റ സ്ട്രോക്കിൽ തന്നെ എനിക്ക് നല്ല ഒരു ഐലൈനർ കിട്ടി. ആൻഡ് ഇത് 12 hours ഓഫ് സ്മഡ്ജ് ഫ്രീ ആൻഡ് ഓൾസോ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഐലൈനർ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേ സ്ഥാനത്ത് ഞാൻ കാജലിനെ കുറിച്ച് സംസാരിക്കാൻ, കാജൽ കുറച്ച് ബ്ലാക്ക് കുറവായിരുന്നു. അതായത് കുറേ നേരം നമുക്ക് എഴുതേണ്ടി വന്നു ഒരു അത്യാവശ്യം ഒരു ഇൻറ്റൻസ് ബ്ലാക്ക് കിട്ടാൻ. പക്ഷെ എന്നിട്ടും ഒരു ഇൻറ്റൻസ് ബ്ലാക്ക് കിട്ടിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരു സ്കെച്ച് പെൻ ഡുവോ ആയതുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് we are going for a mascara. Next product is a mascara. ഇത് ബ്ലൂ ഹെവൻ്റെ ലെങ്തനിങ് മസ്കാര ആണ്. ഇത് നമ്മുടെ ലാഷസ് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യാനും ഫുള്ളറായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മസ്കാര ആണ്. ആൻഡ് ഇതൊട്ടും ക്ലംപി അല്ല. ആൻഡ് ഓൾസോ ഇതൊരു വാട്ടർ പ്രൂഫ് മസ്കാര കൂടിയാണ്. ആൻഡ് സ്ലൈറ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ എ ബ്രോ പെൻസിൽ. ഇതൊരു അടിപൊളി ബ്രോ പെൻസിലാണ്. ഇതൊരു ആഷ് ഗ്രേ എന്നുള്ളൊരു ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു സൈഡിൽ പെൻസിലും ഒരു സൈഡിൽ യു വിൽ ഹാവ് എ സ്പൂളി. നമ്മൾ ആദ്യം സ്പൂളി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ്, ഞാൻ പൊതുവെ എൻ്റെ സ്പാസ് ഏരിയ മാത്രമേ ഫില്ല് ചെയ്ത് വിടാറുള്ളൂ. ആ ഒരു ഗ്യാപ്സ് മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ. കംപ്ലീറ്റ്ലി വരച്ച് കൊടുക്കില്ല. ആൻഡ് നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഈ പ്രശ്നം എനിക്ക് ത്രെഡ് ചെയ്തതിൽ വന്നൊരു അബദ്ധമാണ് എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈസ് ലിപ്സ്റ്റിക്. പക്ഷേ ഇവിടെ ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു ബ്ലഷ് ആയിട്ടാണ്. ഇത് അവരുടെ ഇൻറ്റൻസ് മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ആദ്യം ലിപ്സ്റ്റിക്ക് കുറച്ച് ഞാനൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുകയാണ്. ആൻഡ് വൺസ് ഇറ്റ്സ് ഡൺ ഐ വിൽ ഗോ ഫോർ മൈ ലിപ്സ്റ്റിക്. ലിപ്സിലോട്ട് പോവുകയാണ്. ഇതൊരു പിങ്ക് ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്യൂട്ട് പിങ്കാണ്. എനിക്ക് ഈ ഒരു പിങ്ക് ഇച്ചിരി ഹൈ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തോളൂ. ഞാൻ ഒരുപാട് ഇതാക്കിയില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് എ ഫൈനൽ ലുക്ക്. ഒട്ടും ഹെവി അല്ല, വളരെ ഒരു സിമ്പിൾ ലുക്കാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയിട്ട് പർച്ചേസ് ചെയ്യുക. ശരിക്കും അഫോർഡബിൾ റേഞ്ചാണ്. അതുപോലെ തന്നെ ഒട്ടും ടാക്കിയുമല്ല, ഒട്ടും യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഒട്ടും ഇല്ലാത്ത നല്ല കിട്ടിലൻ പ്രൊഡക്ട്സാണ് ബ്ലൂ ഹെവൻ്റെ. നല്ല ബഡ്ജറ്റ് മേക്കപ്പ് തന്നെയാണ് ബ്ലൂ ഹെവൻ്റെ. സോ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും വാങ്ങിച്ച് ടെസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നതെന്നുള്ളത് എനിക്ക് കമൻസിൽ മെൻഷൻ ചെയ്യുക. വേറെ നല്ലൊരു അടിപൊളി വീഡിയോ തിരിച്ചു വരാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.